നമസ്കാരം. 4-5 ദിവസങ്ങളായിട്ട് കൊൽക്കത്തയിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ തന്നെ തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, ബാക്കി ഹോസ്പിറ്റൽ ജീവനക്കാരുണ്ട്, കൂടാതെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസും ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ നല്ല രീതിയിലുള്ള മീഡിയ അറ്റൻഷൻ ഒക്കെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്? ഈ പ്രൊട്ടസ്റ്റ് നടക്കാനുണ്ടായ കാരണം ഒരു ഡോക്ടറിന്റെ മർഡർ ആണ്. അത് സാധാരണ മർഡർ അല്ല, നമ്മുടെ രാജ്യത്തെ നടുക്കുന്ന ഒരു റേപ്പ് കേസും കൂടെ റിപ്പോർട്ട് ചെയ്തേക്കാണ്. അതും ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ വെച്ച് ഒരു ഡോക്ടറിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരാവസ്ഥ എത്രത്തോളമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. കൊൽക്കത്തയിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആർ.ജെ. ഗർ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുവാണ് ഈ ഡോക്ടർ. അപ്പം പുള്ളിക്കാരി ഷിഫ്റ്റിലാണ്, 36 മണിക്കൂർ നീണ്ട ഷിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ രാത്രി 2 മണിയായപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് ഈ ബാക്കി കൊളീഗ്സ് ഒക്കെ പോയപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിലേക്ക് പോയി. പക്ഷെ പിറ്റേ ദിവസം അവരെ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. അവരുടെ ശരീരത്തിൽ വളരെ സിവിയർ ആയിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അവരുടെ കഴുത്തൊക്കെ ഒടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാണെന്നും തെളിഞ്ഞു. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ, അവരാദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ ഒരു സംഭവം, ഈ ഒരു ഇൻസിഡന്റ് പുറത്തു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഡോക്ടർ എന്തിനു വേണ്ടിയിട്ടാണ് രാത്രി 3 മണിയായപ്പോൾ ഈ സെമിനാർ ഹാളിൽ പോയത് എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ് ആ ഹോസ്പിറ്റലിലുള്ള വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ അവസാനം ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാർ തന്നെ എല്ലാ പരിപാടിയും നിർത്തിവെച്ച് പ്രൊട്ടസ്റ്റിന് വേണ്ടി ഇറങ്ങി. അതിനുശേഷമാണ് കൾപ്രിറ്റിനെ കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു ക്രൈം സീനിൽ നിന്ന് പോലീസുകാർക്ക് ആകെ കിട്ടിയത് എന്താണ്? ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് ആ ഒരു ക്രിമിനലിനെ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഒരു സെമിനാർ ഹാളിൽ CCTV ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആരാണ് ഇത് ചെയ്തത്? ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അങ്ങനെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന ബാക്കി CCTVകളൊക്കെ നോക്കിയപ്പോൾ ഇതേ ഹെഡ്സെറ്റ് ഉള്ള ഒരാളെ കണ്ടെത്തി. അങ്ങനെ സംശയിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ സമയത്ത് അവരുടെയൊക്കെ ഫോണും ഈ പോലീസുകാർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഫോൺ വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ കണക്ട് ആയ ആളാണ് ക്രിമിനൽ എന്ന് അവർ മനസ്സിലാക്കി. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാളാണ് ചെയ്തതെന്ന് കണ്ടെത്തി. അയാളുടെ ശരീരത്തിൽ ആൽക്കഹോളിക് കണ്ടന്റ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ് ക്രിമിനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര് സഞ്ജയ് റോയ് എന്നാണ്. ഇവനൊരു സിവിക് വോളണ്ടിയർ ആണ്. സിവിക് വോളണ്ടിയർ എന്ന് പറയുമ്പോൾ കൊൽക്കത്ത പോലീസിന്റെ അണ്ടറിൽ ആ പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവന് ഈ ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്സ്പോർട്ട് പോവുക, അല്ലാതെ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികളിലാണ് ഈ ഒരു സിവിക് വോളണ്ടിയേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സിവിക് വോളണ്ടിയർ ആണ് ഈ ഒരു സഞ്ജയ് റോയ് എന്ന് പറയുന്നത്. ഇപ്പൊ 33 വയസ്സുകാരനാണ്. ഈ 33 വയസ്സിനിടയിൽ അവൻ 4 തവണ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ഭാര്യമാരും ഇവനെ ഉപേക്ഷിച്ച് പോയതാണ്. 4-മത്തെ ഭാര്യ ക്യാൻസർ വന്ന് മരണപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. അതുകൂടാതെ തന്നെ ഇവൻ പോൺ വീഡിയോസിന് അഡിക്റ്റ് ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, പോൺ വീഡിയോസിന് അഡിക്റ്റ് ആണ്, സിവിയർ ആയിട്ടുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ ജോലി ചെയ്യുന്നത്. അവനാണ് ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു സംഭവം ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഷോ ചെയ്യുന്നത് എന്താണ്? ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ അന്തരീക്ഷം, ഇത്രയും വലിയ ആൾക്കാർ വരുന്ന ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ പോലും ഒരു സ്ത്രീ സുരക്ഷിതയല്ല എന്നുള്ളതല്ലേ ഇത് തെളിയിക്കുന്നത്? ആ ഒരു ഡോക്ടർ സെമിനാർ ഹാളിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോയതാണ്. അവിടെ സെമിനാർ ഹാളിൽ എന്തിനാണ് പോയത് എന്നുള്ളത് ഹോസ്പിറ്റലിലെ വലിയ വലിയ ആൾക്കാർ ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. ഈ ഡോക്ടർമാർക്ക് റെസ്റ്റ് എടുക്കാനോ അവർക്ക് വേണ്ട സൗകര്യങ്ങളുള്ള മുറിയോ ഒന്നും തന്നെ ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരുന്നില്ല. മിക്ക ഹോസ്പിറ്റലുകളിലെ അവസ്ഥയാണ്. 36 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു മുറിയില്ല എന്ന് പറയുമ്പോൾ എന്ത് പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. എല്ലാവരും പറയും ഡോക്ടർമാർ നല്ല രീതിയിൽ കാശൊക്കെ വാങ്ങിച്ചിട്ടല്ലേ ജോലി ചെയ്യുന്നത്. പക്ഷെ അവർ അതിനനുസരിച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ആൾക്കാരുമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാരാണ് ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്ന അല്ലെങ്കിൽ ഒരു നേഴ്സിന്റെ അടുത്ത് പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പല രീതിയിലുള്ളതായിരിക്കും. അതിനകത്ത് ക്രിമിനൽസ് ഉണ്ടാകും, റേപ്പിസ്റ്റുകൾ ഉണ്ടാകും, കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇവരോടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകുകയും ജോലി ചെയ്യുകയും ചെയ്യേണ്ട ഇത്തരത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന് ഒരു രീതിയിലുള്ള സുരക്ഷയും നമ്മുടെ രാജ്യം ഉറപ്പുവരുത്തുന്നില്ല. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ വെച്ച് ഒരു പെൺ ഡോക്ടർ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുക, അവർ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോണം, ഒട്ടും സുരക്ഷിതമല്ല ഈ അന്തരീക്ഷമൊക്കെ. ഒരു ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും, കള്ളന്മാരും കൊലപാതകികളും ക്രിമിനൽസും ഒക്കെ തന്നെ വരും. ഹോസ്പിറ്റലിൽ വരുന്നവരുടെ ID ഒന്നും ചെക്ക് ചെയ്തിട്ടല്ല അകത്തേക്ക് കടത്തിവിടുന്നത്. ഹോസ്പിറ്റലിൽ വരിക, OP ടിക്കറ്റ് എടുക്കുക, പോവുക, അങ്ങനത്തെ സംവിധാനമാണ്. അപ്പൊ രാത്രിയാകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരുത്തിന് അവിടെയുള്ള എല്ലായിടത്തും ആക്സസ് ഉണ്ട്. അവിടുത്തെ വോളണ്ടിയർ വർക്കർ ആണ് എന്ന് പറഞ്ഞിട്ട്, അവിടുത്തെ ജോലിക്കാരനാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ ഏരിയയിലും ഈ ഒരു വ്യക്തിക്ക് ആക്സസ് ഉണ്ട്.
അത് മാത്രമല്ല ഇങ്ങനെ സെക്ഷൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ രീതിയിലൊരു നേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ ഒറ്റയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അവൻ എന്തും ചെയ്യാം. അപ്പൊ അത്രയ്ക്കും സുരക്ഷിതമല്ലാതായി മാറിയേക്കുന്നു നമ്മുടെ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ഒക്കെ തന്നെ. ഇതേപോലെ ഒരു ഇൻസിഡന്റ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു വർഷം മുമ്പ് വന്ദനാദാസ് എന്ന് പറയുന്ന ഡോക്ടറിനെ ഒരു ക്രിമിനൽ കുത്തിക്കൊല്ലുന്ന ആ ഒരു കേസ്. അതും ആ സമയത്ത് അവന്റെ കൂടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരുണ്ടായിരുന്നിട്ടും ആ ഡോക്ടറിനെ ക്രൂരമായിട്ട് കൊല ചെയ്തു. നമ്മളെ നടുക്കിയ ഒരു സംഭവമാണ്. ആ സമയത്ത് ഈ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഡോക്ടർമാരൊക്കെ വെളിയിലിറങ്ങി വലിയ രീതിയിൽ സമരം ചെയ്തു. ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് സുരക്ഷിതമാക്കണം, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം എന്നൊക്കെ രീതിയിൽ വലിയ സമരങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ ഇപ്പം കൊൽക്കത്തയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യവും ഇത് തന്നെയാണ്. ഹോസ്പിറ്റൽ എൻവയോൺമെന്റുകൾ വളരെയധികം സുരക്ഷിതമാക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യം കളഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർമാർ. ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. നോൺ സ്റ്റോപ്പ് ആയിട്ട് മണിക്കൂറുകളോളം അവർക്ക് കൃത്യമായിട്ട് ഫുഡ് പോലും കഴിക്കാൻ സമയം കിട്ടുന്നില്ല. രാത്രി 2 മണിക്ക്, പാതിരാത്രി 2 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും അവർക്ക് കഴിക്കാൻ സമയം കിട്ടിയത്. 2 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതായിരിക്കും, ഉറങ്ങാൻ പോലും പോയതല്ല. ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഡോക്ടർ എവിടേക്ക് പോയത്, സൈലന്റ് ആയിട്ട് കിടക്കുന്ന സെമിനാർ ഹാളിലേക്ക് പോയത്. അതും അവർക്കൊരു റൂം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ അവിടെ പോയി റെസ്റ്റ് എടുക്കത്തില്ലായിരുന്നോ? അവർക്ക് റൂം പോലും ഇല്ല. അപ്പൊ 36 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ പോലും അവസരം ഉണ്ടാകാതിരിക്കുക, സമയം കിട്ടാതെ ഇരിക്കുക, റെസ്റ്റ് എടുക്കാൻ റൂം പോലും ഇല്ലാതെ ഇരിക്കുക. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ അവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ ആരോഗ്യം കളഞ്ഞ് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന അവരുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലുള്ള ഗവൺമെന്റിനുണ്ട്. ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വെക്കേണ്ടത് അവരെയാണ്. മാത്രമല്ല അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് കോൺടാക്റ്റിൽ വരുന്നുണ്ട്. ഒരു ഡോക്ടറിന് അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കത്തില്ല. അയാൾ ചികിത്സിക്കാൻ വരുവാണ്, അയാൾക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഡോക്ടറിന്റെ മെയിൻ ലക്ഷ്യം. അയാൾ ക്രിമിനൽ ആണോ കൊലപാതകിയാണോ എന്നൊന്നും നോക്കത്തില്ല. ക്രിമിനൽ ആണെങ്കിലും കൊലപാതകിയാണെങ്കിലും ഡോക്ടറിന്റെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഡോക്ടർ ചികിത്സിച്ചിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ടും ആക്സസ് ഉള്ള എല്ലാവരുമായിട്ടും കോൺടാക്റ്റിൽ വരുന്ന ജോലിക്കാരുടെ, ഹോസ്പിറ്റൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ്. അതിന് പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കണം, നിയമങ്ങൾ കൊണ്ടുവരണം. ഈ രാജ്യത്തുള്ള ഇത്രയും അധികം വ്യക്തികളെ സുരക്ഷിതമായിട്ട് വെക്കുന്ന ഡോക്ടേഴ്സിനെയും സുരക്ഷിതമായിട്ട് വെക്കണം. അവർക്കും പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ സേഫ്റ്റി മെഷേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ആവശ്യവും കൂടി വെച്ചിട്ടാണ് ഈ കൊൽക്കത്തയിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രൊട്ടസ്റ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാണ്. ഇനി ഇങ്ങനെയുള്ള ഇൻസിഡന്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പ്രത്യേക നിയമം കൊണ്ടുവരിക ഹോസ്പിറ്റൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ആരോഗ്യവും സംരക്ഷണവും സുരക്ഷയും ഒക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടേതും കൂടിയാണ്.